السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യ സഹോദരങ്ങളെ, നൂറുൽ ഖുർആനിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ 34 മുതലുള്ള ആയത്തുകളാണ് ഇപ്പോൾ നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 34ാമത്തെ ആയത്തിലടങ്ങിയ വ്യാകരണ നിയമങ്ങളാണ് ഇന്നലെ നാം പഠിച്ചത്. അതിനു മുമ്പ് 34 മുതൽ 37 വരെയുള്ള ആയത്തുകളിലെ തജ്വീദ് നിയമങ്ങൾ നാം മനസ്സിലാക്കിയിരുന്നു. ഇന്ന് 35ാമത്തെ ആയത്ത്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. وقلنا يا آدم اسكن أنت وزوجك الجنة. 35ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. وقلنا يا آدم اسكن أنت وزوجك الجنة. وقلنا يا آدم اسكن. وقلنا നാം പറയുകയും ചെയ്തു. وقلنا നാം പറയുകയും ചെയ്തു. യാ ആദമു, ആദമേ, ഉസ്കുൻ, നീ താമസിച്ചുകൊള്ളുക, അന്ത, നീയും, വസൗജുക, നിന്റെ ഇണയും,
അൽ ജന്നത സ്വർഗത്തിൽ, വകുല രണ്ടുപേരും ഭക്ഷിക്കുകയും ചെയ്യുക, മിൻഹ അതിൽ നിന്ന്, റഗദൻ സുഭിക്ഷം വിശാലമായി സുഭിക്ഷമായി, ഹൈസു ഷിഅ്തുമ നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന്, നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന്, വലാ തഖ്റബ നിങ്ങൾ സമീപിക്കുകയും ചെയ്യരുത്, ഹാദിഹി ഷജറത ഈ വൃക്ഷത്തെ, ഫതകൂന എന്നാൽ നിങ്ങളായിത്തീരും, ഫതകൂന എന്നാൽ നിങ്ങളായിത്തീരും, മിനദ്ദാലിമീൻ അക്രമികളിൽ പെട്ടവർ. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. وقلنا يا آدم اسكن أنت وزوجك الجنة ആദമിനോട് നാം പറയുകയും ചെയ്തു, ആദമേ നീ നിന്റെ ഇണയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക. വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ അതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന് സുഭിക്ഷമായി രണ്ടാളും ഭക്ഷിച്ചുകൊള്ളുക, ഭുജിച്ചുകൊള്ളുക. വലാ തഖ്റബാ ഹാദിഹി ഷജറത ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കുകയും ചെയ്യരുത്. ഫതകൂനാ മിനദ്ദാലിമീൻ എന്നാൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളിൽ പെട്ടവരായി തീരും. ഫതകൂനാ മിനദ്ദാലിമീൻ എന്നാൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളിൽ പെട്ടവരായി തീരും. അപ്പോ ആദ്യത്തെ ആയത്തിൽ, ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ, وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവിൻ എന്ന് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്നിട്ട് അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ സമ്മതം പ്രകടിപ്പിച്ചു, അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ അവിശ്വാസികളിൽ പെട്ടവനാകുന്നു. അപ്പോ എല്ലാവരോടും ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. അവൻ അഹങ്കാരം നടിച്ചു, വിസമ്മതം പ്രകടിപ്പിച്ചു. അവൻ സത്യനിഷേധികളിൽ പെട്ടവനാകുന്നു. അതിനുശേഷം ആദമിനോടും ആദമിന്റെ ഇണയായ ഹവയോടും രണ്ടുപേരോടും അല്ലാഹു സ്കുൻ അൻത വസൗജുകൽ ജന്ന സ്വർഗത്തിൽ താമസിക്കാൻ വേണ്ടി പറഞ്ഞു. വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ നിങ്ങൾ അതിൽ നിന്ന് ഉദ്ദേശിച്ചിടത്ത് നിന്ന് സുഭിക്ഷമായി രണ്ടാളും ഭക്ഷിച്ചുകൊള്ളുക. വലാ തഖ്റബാ ഹാദിഹി ഷജറ നിങ്ങൾ രണ്ടുപേരും ഈ വൃക്ഷത്തെ സമീപിക്കരുത്. ഫതകൂനാ മിനദ്ദാലിമീൻ അങ്ങനെയാണെങ്കിൽ എന്നാൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളിൽ പെട്ടവരായി തീരും. ഇവിടെ ഇനി ഇതിന്റെ വ്യാകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. وقلنا അവിടെ വാവ് വഖുൽന എന്നതിലെ വാവ് ഇവിടെ ഇസ്തിനാഫിന്റെ വാവായിട്ട് നമുക്ക് പറയാം. നേരത്തെയുള്ള ഇതിനു മുമ്പുള്ള ആയത്തിലേക്ക് വഖുൽന എന്ന രൂപത്തിലും ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും പൊതുവിൽ അത് ഇസ്തിനാഫിന്റെ
വാവായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ വാവ് അങ്ങനെയാണ്. കുൽന, കുൽന എന്നത് നിങ്ങൾക്കറിയാം. കുൽന നാം പറഞ്ഞു, അല്ലെ? നാം പറഞ്ഞു. കുൽന എന്നത് അതിനു മുമ്പ് കുൽന എന്ന് പറയുമ്പോൾ അതിന്റെ സീഗ എന്തായിരിക്കും? കുൽന, ഖാല ഖാല, ഖാലു ഖാലത്ത് ഖാലത, കുൽന കുൽത കുൽതുമാ കുൽതും, കുൽതി കുൽതുമാ കുൽതുന്ന, കുൽതു കുൽന. എന്താണ് കുൽന എന്നതിന്റെ സീഗ എന്തായിരിക്കും? മുത്തക്കല്ലിമിന്റെ സീഗയാണ്. മുത്തക്കല്ലിമിന്റെ സീഗയാണ്. മുത്തക്കല്ലിമാണ്. മുത്തക്കല്ലിം ഏതാണ്? മുഫ്രദാണോ, മുസന്നയാണോ, ജം ആണോ? ജം ആണ്. അല്ലേ? കുൽന ഞങ്ങളാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജം ആണ്. വഖുൽന വഇദ് ഖുൽന വഖുൽന, വഖുൽന നാം പറയുകയും ചെയ്തു. ഇവിടെ വഖുൽന എന്നത്, ഇവിടെ വഖുൽന എന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്. വഖുൽതു എന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് പറയാറുള്ളത്. ഞാൻ പറഞ്ഞു എന്നല്ല പറയാ, മറിച്ച് നാം പറഞ്ഞു എന്നാണ്. എന്താണ് നാം? നാം പറഞ്ഞു എന്നാണ് അതിന് അർത്ഥം പറയേണ്ടത്. വഖുൽന നാം പറഞ്ഞു. നാം എന്നതിന്റെ വഖുൽന എന്നതിലെ ളമീർ, വഖുൽന എന്ന് പറയുമ്പോൾ അതിന്റെ ഇവിടെ നേരത്തെ ജനാഷ് ടൈപ്പ് ചെയ്തിരുന്നു. എന്താണ്? ഫിയല് മാളി മബനി, ഫിയൽ മാളി മബനി അല സുക്കൂനാണ്, അല്ലെ? പിന്നെ അതിലേക്ക് ചേർത്ത് വരുന്ന ന എന്ന ളമീർ, ളമീർ മുസ്തത്തിറാണ്. തഖ്ദീറുഹു വതഖ്ദീറുഹു എന്താണ്? വതഖ്ദീറുഹു നഹ്നു, അല്ലെ? എന്താണ്? തഖ്ദീറുഹു നഹ്നു. ന എന്നത് ളമീർ മുസ്തത്തിറാണ്. അതിന്റെ തഖ്ദീർ നഹ്നു ആണ്. അത് അതിന്റെ മഹല്ല് അറിഞ്ഞില്ല. അതിന്റെ കൂട്ടത്തിൽ ളമീർ മുസ്തത്തിർ ഈ മഹല്ല് റഫ് ആണ്. ഈ മഹല്ല് റഫ് ആണ്. തഖ്ദീറുഹു നഹ്നു എന്നാണ് പറയുക, അല്ലേ? കാരണം എന്താണ് അവിടെ ഫി മഹല്ല് റഫ്അ പറയാനുള്ള കാരണം എന്താണ്? ഫി മഹല്ല് റഫ്അ പറയാനുള്ള കാരണം എന്താണ്? ഫാഇലാണ്. അത് തന്നെ. ഖുൽന നാം പറഞ്ഞു എന്ന ഫാഇലായതുകൊണ്ട് അത് എന്താകുന്നു? ളമീർ പിന്നെ റഫ്ഇന്റെ സ്ഥാനത്താകുന്നു. ഓക്കെ. വഖുൽന യാ ആദമു, യാ ആദമു, യാ എന്ന് പറയുന്നത് എന്താണ്? യാ എന്ന് പറയുന്നത് ഹർഫ് നിദാ, അല്ലേ? ഹർഫ് നിദാ ആണ്. വഖുൽന യാ ആദമു, വഖുൽന യാ ആദമു, യാ എന്ന് പറയുന്നത് ഹർഫ് നിദാ, വിളിക്കാൻ ഉപയോഗിക്കുന്ന ഹർഫ്. യാ യാ അയ്യുഹല്ലദീന ആമനു, അല്ലേ? യാ അയ്യുഹന്നാസു നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് യാ. അപ്പൊ യാ എന്ന് പറയുന്നത് ഹർഫ് നിദാ ആണ്. മനസ്സിലായല്ലോ? പിന്നെ ആദമു എന്ന് പറയുന്നത് ആ വിളിക്കപ്പെടുന്നതിന്, വിളിക്കപ്പെട്ടത്, അതിന് ശേഷം പറയുന്നത് വിളിക്കപ്പെട്ട ആളാണല്ലോ. വിളിക്കപ്പെട്ട ആൾക്ക് എന്ത് പറയുന്നു? ആദമ് മുനാദയാണ്. മുനാദയാണ്. മുനാദയുടെ നിയമങ്ങൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുനാദ യാ ആദമു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുനാദ എന്താണ്? മുനാദ മർഫൂ ആണോ, മൻസൂബാണോ, മജ്റൂറാണോ? എന്താണ് ശരിക്കും? മുനാദ മബ്റൂർ മർഫൂ ആണോ, മൻസൂബാണോ, മജ്റൂറാണോ ശരിക്കും മുനാദ?
മുനാദ മൻസൂബാണ് അല്ലെ? യാ എന്നതിന് ശേഷം വരുന്ന മുനാദ മൻസൂബാണ്. അപ്പൊ അത് ആ കണക്ക് പ്രകാരം ഇവിടെ യാ ആദമ എന്നല്ലേ വരേണ്ടത്? യാ ആദമ മൻസൂബ് എന്ന് പറയുമ്പോൾ അങ്ങനല്ലേ വരേണ്ടത്. പിന്നെ എന്തുകൊണ്ടാ യാ ആദമു ആവാനുള്ള കാരണം? നക്കിറ ഗൈറ് മഖ്സൂദയാണ്. നക്കിറ ഗൈറ് മഖ്സൂദയാണ് ആദം. അതുകൊണ്ട് ആദം അവിടെ മബ്നിയുൻ അലൽ ളമ്മി, മബ്നിയുൻ അലൽ ളമ്മി ഫി മഹല്ലി നസ്ബ് എന്ന് പറയുന്നു. അതിനു മുമ്പ് വിശദീകരിച്ചതാണ് നക്കിറ ഗൈറ് മഖ്സൂദ. അതിന്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അൽബലാഗയിലും മറ്റുമൊക്കെ കൂടുതൽ വിശദീകരിക്കാം. ഇവിടെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയ ആദമു എന്ന് പറയാനുള്ള കാരണം അവിടെ ആദം മബ്നിയുൻ അലൽ ളമ്മാണ് ഫി മഹല്ലി നസ്ബ് പറയാനുള്ള കാരണം അത് മുനാദയായതുകൊണ്ട് അത് നസ്ബിന്റെ സ്ഥാനത്ത് വരുമെങ്കിലും അവിടെ ആദം എന്ന് പറയുന്നത് മബ്നിയാണ് അലൽ ളമ്മി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. യാ ആദമു ഉസ്കുൻ, ഇവിടെ ഉസ്കുൻ എന്നതാ ഫിഅൽ അംറാണ് അല്ലെ? ഫിഅൽ അംറാണ് ഉസ്കുൻ. ശരിക്കും സക്കന യസ്കുനു, സക്കന യസ്കുനു, ഫഅല യഫ്ഉലു, ഫഅല യഫ്ഉലു എന്നാണ് വരിക അല്ലേ? അപ്പോ സക്കന യസ്കുനു, ഫഅല യഫ്ഉലു, അതിൽ നിന്നുണ്ടാകുന്ന അംർ മുദാറഅത്തിന്റെ അക്ഷരത്തെ കളയുന്നു അല്ലെ? അങ്ങനെയാണ് വരിക. യഫ്ഉലു എന്നതിലുള്ള യാഇനെ കളയുന്നു. അപ്പൊ എന്തായി? ഫ് ഉണ്ടാക്കുന്ന രൂപം പഠിക്കുക. ഫ് ഉൽ ആദ്യം എന്ത് ചെയ്യുന്നു? മുദാറഅത്തിന്റെ അക്ഷരത്തെ കളയുന്നു. അപ്പോൾ എന്തായി? ഫുഉലു എന്നായി. ഫുഉലു. എന്നിട്ട് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുന്നു. അപ്പൊ ഫുഉൽ എന്നായി. ഫുഉൽ എന്നായി. എന്നിട്ട് ആദ്യത്തിൽ മുദാറഅത്തിന്റെ അക്ഷരം കളഞ്ഞതിന് ശേഷം അതിന് പകരമായിക്കൊണ്ട് അലിഫ് ചേർക്കുന്നു. അലിഫ് ചേർക്കുമ്പോൾ ഇങ്ങനെ വരുന്നു. പക്ഷേ അവസാനത്തെ അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ളമ്മാണ്, ഒഴിവാണ്. ഐന് ളമ്മാണ്. അപ്പൊ അതുകൊണ്ട് അത് ളമ്മായതുകൊണ്ട് ആദ്യത്തെ അക്ഷരത്തിനും ളമ്മ് കൊടുക്കുന്നു. അപ്പോ എന്തായി മാറുന്നു? ഉഫ്ഉൽ എന്നായി മാറുന്നു. അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ സക്കന യസ്കുനുവിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? ആദ്യം സുക്കുനു എന്നായി മാറുന്നു, പിന്നെ സുക്കുൻ എന്നാവുന്നു, പിന്നെ അലിഫ് ചേർക്കുന്നു. അലിഫിന് എന്തായി കൊടുക്കുന്നു? ളമ്മ് കൊടുക്കാനുള്ള കാരണം തൊട്ട് അവസാനത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ളമ്മായതുകൊണ്ട് ഉസ്കുൻ എന്ന് പറയുന്നു. അപ്പൊ അത് ഉസ്കുൻ എന്നാണ്. ഉസ്കുൻ. അപ്പൊ ഉസ്കുൻ എന്നത് കൽപ്പനയാണ്. എന്താണ്? ഫിഅല് അംർ മബ്നിയുൻ അല സുക്കൂൻ അല്ലേ? അല സുക്കൂൻ. അപ്പൊ ഇവിടെ ഫിഅല് അംറാണ്, അംർ ഹാളിറാണ്. അപ്പൊ ഇതിന്റെ സ്ഥാനം എന്താണ്?
അംറ് ഹാദിർ ഉണ്ടാക്കുന്നതിന്റെ രൂപം. അംറ് ഹാദിർ ഉണ്ട്, അംറ് ഗായിബ് ഉണ്ട് അല്ലെ. അംറ് ഹാദിർ ഉണ്ടാക്കുമ്പോൾ അവിടെ ഉസ്കുൻ, നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. അന്തം എന്നാണ് അംറ് ഹാദിർ വരുന്നത്. ഹാദിറാണ്. ഹാദിർ വരുന്നത് അൻത, അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അതിനാണ് അത്. അപ്പം ഹാദിറിന്റെ രൂപമാണ് അതുള്ളത്. അപ്പോ ഹാദിർ മുദക്കർ മുഫ്റദ്. എന്താണ് ഹാദിർ മുദക്കർ മുഫ്റദ്? ഹാദിർ മുദക്കർ മുഫ്റദ് അങ്ങനെയാണ്. അപ്പോ ഉസ്കുൻ, അപ്പൊ അത് ആദമിലേക്ക് ചേർത്ത് പറയുമ്പോൾ അവിടെയും ലമ്മാണ്, വീണ്ടും വരുന്നതും ലമ്മാണ്. അപ്പൊ അത് ഒരുമിച്ചാണ് പറയുന്നത്. യാ ആദമു ഉസ്കുൻ അന്ത. യാ ആദമു ഉസ്കുൻ എന്നുള്ളത് യാ ആദമു ഉസ്കുൻ എന്നായി ഓതുന്നു. അപ്പോ വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത. ഉസ്കുൻ എന്ന് പറഞ്ഞാൽ നീ താമസിക്ക്. സക്കന താമസിച്ചു, യസ്കുനു താമസിക്കുന്നു. ഉസ്കുൻ നീ താമസിക്ക്. താമസിക്കുന്നു പറഞ്ഞാൽ വൈകുക എന്ന അർത്ഥത്തിലല്ല കേട്ടോ. പാർക്കുക, മണിമൂലി കൊടുത്ത അർത്ഥം അങ്ങനെ തന്നെയാണ്. പാർക്കുക, നീ പാർത്തുകൊള്ളുക. അതിന്റെ പദങ്ങളുടെ അർത്ഥം കൊടുത്തപ്പോൾ അദ്ദേഹം പാർത്തുകൊള്ളുക, പാർത്ഥത്തിലാണ്. അപ്പോ യാ ആദമു ഉസ്കുൻ, വഖുൽന യാ ആദമു, വഖുൽന നാം പറയുകയും ചെയ്തു അല്ലെ. ഖുൽന നാം പറയുകയും ചെയ്തു. യാ ആദമു ആദമേ, ഉസ്കുൻ നീ താമസിക്കുക. അൻത, അൻത എന്ന് പറയുമ്പോൾ എന്താണ്? ലമീർ. ലമീർ എന്താണ്? മുൻഫസലാണ്. ലമീർ മുൻഫസൽ. അത് മബ്നിയുൻ അലൽ മബ്നിയുൻ അലൽ ഫത്ഹ് അല്ലേ. അൻത എന്നല്ലേ, മബ്നിയുൻ അലൽ ഫത്ഹി. പിന്നത് മാത്രല്ല, ഈ അൻത ഇവിടെ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? നീ താമസിക്കുക എന്നുള്ളതിന് ഉസ്കുൻ എന്ന് മതിയല്ലോ അല്ലെ. വഖുൽന യാ ആദമു, നാം ആദമിനോട് പറയുകയും ചെയ്തു. ഉസ്കുൻ നീ താമസിക്കുക. വസൗജുക എന്ന് പറഞ്ഞാൽ പോലെ നീയും പിന്നെ നിന്റെ ഭാര്യ. പിന്നെ അവിടെ അൻത എന്നത് ചേർക്കേണ്ട ഒരു കാര്യമുണ്ടോ? അൻത വഖുൽന യാ ആദമു ഉസ്കുൻ, ആദമേ നീ, നാം പറയുകയും ചെയ്തു. യാ ആദമു ഉസ്കുൻ, ആദമേ നീ താമസിക്കുക. അൻത വീണ്ടും നീ എന്ന് പറയാണ്. ഉസ്കുൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് മതി. പിന്നെ ഒരു അൻത പറയുന്നതിന്റെ ആവശ്യം എന്താ? ആ അൻത അവിടെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തൗക്കീദ്. എന്താണ്? തൗക്കീദാണ്. ലിദ്ദമീറിൽ മുസ്തതിർ. ഉസ്കുൻ എന്നതിലെ ലമീർ മുസ്തതിർ ഉണ്ടല്ലോ അല്ലെ, അതിനുള്ള തൗക്കീദായിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് അൻത. സത്യത്തിൽ അവിടെ അൻത വീണ്ടും പറയേണ്ട കാര്യമില്ല. എന്നാ തന്നെ അൻത പറഞ്ഞില്ലെങ്കിൽ തന്നെ ആദമിനോട് പറഞ്ഞു ഉസ്കുൻ നീ താമസിക്കുക എന്നാണ്. പിന്നെ അൻത പറയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? തൗക്കീദുൻ ലിദ്ദമീറിൽ മുസ്തതിർ, മുസ്തതിറായ ലമീറിന്റെ ഉള്ള ഒരു തൗക്കീദായിക്കൊണ്ട് അതിനെ ഒന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ്. വസൗജുക, വാവ് പിന്നെ അത്തുഫിന്റെ വാവാണ്. അൻതയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ലമീർ മുസ്തതിറിലേക്ക് വരുന്ന അതുമായി അത്തുഫ് ചെയ്യപ്പെടുകയാണ്. വാവ് അത്തുഫാണ്. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. സൗജുക, സൗജുക, സൗജിക്ക എന്ന് പറയുമ്പോൾ സൗജിക്ക മഅതൂഫാണ് അല്ലേ. മഅതൂഫാണ് അലൽ ലമീറിൽ അൽ മുസ്തതിർ എന്ന് പറയാം.
അത് മഅത്തൂഫാണ്. ലമീർ മുസ്തത്തിറിലേൽ മഅത്തൂഫായിട്ടുണ്ട്. അൻതയിലേക്ക്, അല്ലെങ്കിൽ അൻതല്ല, അത് ഉസ്കുൻ എന്നതിലുള്ള ലമീർ മുസ്തത്തിറിലേക്ക്, നീ താമസിക്കുക എന്ന ഉസ്കുൻ എന്നതിലുള്ള ലമീർ മുസ്തത്തിലേക്ക് മഅത്തൂഫാണ് സൗജ്. കാരണം അതിലേക്ക് ചേർക്കപ്പെടുക. നീയും താമസിക്കുക, നിന്റെ ഭാര്യയും താമസിക്കുക. നീയും നിന്റെ ഭാര്യയും താമസിക്കുക എന്നാണ് അർത്ഥം വരിക. നീയും നിന്റെ ഭാര്യയും താമസിക്കുക. അവിടെ സൗജുക്ക എന്നത് അങ്ങനെയാണ് വരിക. പിന്നെ സൗജുക്ക എന്ന് പറയുന്ന സൗജുൻ എന്നതിലേക്ക് സൗജുൻ, അതിനെ നമ്മൾ വേർതിരിച്ച് എഴുതുകയാണെങ്കിൽ സൗജുൻ എന്നതിനോട് അൻത എന്നത് ചേർക്കുക. എന്താണത്? മുലാഫ് മുലാഫ് ഇലൈഹി ആയിട്ടാണ് വരിക. അതാണ് സൗജുക്ക എന്ന് വരുന്നത്. സൗജുക്ക സൗജുക്ക എന്ന് വരുന്നത് അങ്ങനെയാണ്. അപ്പോ സൗജുക്ക എന്ന് പറയുമ്പോൾ കാഫ് അവിടെ വരുന്ന കാഫ് എന്തായിരിക്കും? ലമീർ മുത്തസിലാണോ മുൻഫസിലാണോ? മുത്തസിലാണ് അല്ലെ? ലമീർ മുത്തസിലാണ്. പിന്നെ മബ്നിയുൻ അലൽ ഫത്ഹി അല്ലെ? സൗജുക്ക അല്ലെ? മബ്നിയുൻ അലൽ ഫത്ഹി. ഫീ മഹൽ എന്തായിരിക്കും? ഫീ മഹല്ലി ഫീ മഹല്ല് ജറാണ്. എന്താണ്? മുദാഫ് ഇലൈഹി. ഫീ മഹല്ല് ജർ, മുദാഫ് ഇലൈഹി. മുദാഫ് ഇലൈഹി ആകുന്ന സൗജുക്ക, നിന്റെ ഭാര്യ. സൗജുക്ക എന്ന് പറയുമ്പോൾ നിന്റെ ഭാര്യ, അവന്റെ, നിന്റെ, എന്റെ, അയാളുടെ, അല്ലെങ്കിൽ മുഹമ്മദിന്റെ, പിന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് അയാളുടെ എന്ന് പറയുന്ന രീതിയാണ് പൊതുവിൽ മുലാഫ് മുലാഫ് ഇലൈഹി. മുലാഫ് ഇലൈഹി എപ്പോഴും മജ്റൂർ ആയിരിക്കും. അപ്പൊ ഇവിടെ കലമു, പിന്നെ കലമു വലദിൻ എന്ന് പറയുമ്പോൾ അവിടെ ജെറ് ചെയ്യപ്പെട്ടു, അതിന് കെസറ് നൽകി, വലദിൻ എന്നാ പറയാ, കുട്ടിയുടെ പേന. അപ്പൊ ഇവിടെ സൗജുക്ക കലമുക്ക എന്ന് പറയുമ്പോഴും അതേ നിയമം തന്നെയാണ്. പക്ഷേ കാഫ് എന്താണ്? അതിന് ഇറാബിൽ മാറ്റം വരില്ല, മബ്നിയാണ്, അലൽ ഫത്ഹാണ്. പക്ഷേ അതെപ്പോഴും എന്തായിരിക്കും? ജറിന്റെ സ്ഥാനത്താണ്. നേരത്തെ പറഞ്ഞ കലമു വലദിൻ എന്ന് പറയുന്നതും കലമുക്ക എന്ന് പറയുന്നതും അർത്ഥത്തിലും ആശയത്തിലും അല്ലെങ്കിൽ അതിന്റെ വ്യാകരണത്തിൽ ഒരുപോലെ തന്നെയാണ് വരിക. പക്ഷെ അത് ജറിന്റെ സ്ഥാനത്താണ് കാഫ് വരുന്നത്. പക്ഷേ കാഫ് മബ്നി ആയതുകൊണ്ട്, ഫത്ഹിൽ മബ്നി ആയതുകൊണ്ട് കാഫ് അത്ര കാഫിൽ മാറ്റം വരുന്നില്ല, കി എന്നാവൂല. മനസ്സിലായല്ലോ? അപ്പോ വസൗജുക എന്ന പദമാണ് നമ്മൾ പഠിച്ചത്. അൽ ജന്നത ഉസ്കുൻ അൻത വസൗജുക അൽ ജന്നത. അൽ ജന്നത എന്ന് പറയുമ്പോൾ ഇവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അല്ലാഹു പറയുന്നത് ഉസ്കുൻ അൽ ജന്നത, ഉസ്കുൻ ഉസ്കുൻ അൽ ജന്നത, നീ താമസിക്കുക, അൽ ജന്നത സ്വർഗത്തെ, സ്വർഗത്തിൽ. സ്കുൻ ഫിൽ ജന്നതി നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോൾ സ്കുൻ സ്വർഗത്തിൽ, നമ്മൾ നേർക്ക് നേരം നമ്മൾ സ്വർഗത്തെ താമസിക്കുക എന്ന് പറയുക, സ്വർഗത്തിൽ എന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെ ജന്നത്തിനെ മഫ്ഊൽ ബിഹി ആക്കിയിട്ടാണ് ഇവിടെ പറയുന്നത്. അത് മൻസൂബാണ്, മഫ്ഊൽ ബിഹി ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അത് മൻസൂബായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഖുൽനാ യാ ആദമു ഉസ്കുൻ, ഉസ്കുൻ എന്നതിലേക്കാണ് ഈ അൽ ജന്നത്ത് വരുന്നത്. അതായത് ഉസ്കുൻ എന്ന സക്കന എന്ന ഫിഅലിൽ നിന്ന് അംറായിട്ടുള്ള ആ ഫിഅലിൽ നിന്ന് രൂപപ്പെടുന്ന വമീർ മുസ്തത്തിറാണ് അതിലെ ഫായിലായിട്ട് വരിക. അപ്പൊ അതിന്റെ മഫ്ഊൽ ബിഹിയാണ് അൽ ജന്നത്ത് എന്ന് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോ ഉസ്കുൻ അൻത വസൗജുക അൽ ജന്നത്ത്. പിന്നെ ഇപ്പൊ രണ്ടുപേരെയും ഉസ്കുൻ എന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞു, അതിലേക്ക് പിന്നെ ചേർത്തുകൊണ്ട് മഅ്തൂഫായിക്കൊണ്ട് സൗജുക എന്നതും പറഞ്ഞു. ഇപ്പൊ രണ്ടുപേരായി അല്ലെ? രണ്ടാളുകളാണ് അവർ.
അതുകൊണ്ടാണ് അതിന് ശേഷം വരുന്ന വകുല എന്ന് പറയുന്നത്. ഇതിൽ വാവ് നമുക്കറിയാം, ഭക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ വാവ് അത്ഫിന്റെ വാവാണ്. വകുല കുൽ. അക്കല, ശരിക്കും ശ്രദ്ധിക്കുക, കുല എന്ന പദം എങ്ങനെയാണ്? അക്കല യഉകുലു, അക്കല യഉകുലു അല്ലേ? അതിന്റെ ഇതെങ്ങനെയാണ് ഉണ്ടാവുക? അതിന്റെ ഫഅല യഫ്അലു, യഫ്അലു, ഫഅല യഫ്അലു എന്ന വസനിലാണ്, അല്ല ഫഅല യഫ്ഉലു വസനിലാണ് വരുന്നത്. ഫഅല യഫ്ഉലു വസനിലാണ്. അകല യഉകുലു, അകല യഉകുലു. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള രൂപത്തിലാണെങ്കിൽ എങ്ങനെ വരണം? ഉക്കുൽ. എന്താണ് ഉക്കുൽ? അതിന്റെ അമ്രായി വരും, നീ ഭക്ഷിക്കുക. പക്ഷെ രണ്ട് ഹംസകൾ ഒരുമിച്ച് എന്ന് വരുന്നത് അത് രണ്ടും ഒഴിവാക്കപ്പെടുകയും അതിന്റെ അമ്ര് കുൽ എന്നായി മാറുകയും ചെയ്യുന്നു. കാരണം ഇത് കല എന്ന് പറയുമ്പോൾ അത് എന്ത് ഫിയലാണ്? ഫിയല് മുഅത്തല്ലാണ് അല്ലെ? മുഅത്തല്ലായതുകൊണ്ട്, മുഅത്തല്ലാകുമ്പോൾ അതിൽ നിന്ന് രൂപപ്പെടുന്ന അമ്രില് അതിൽപ്പെട്ട അക്ഷരങ്ങൾ ഹദ്ഫ് ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അമ്ര് കുൽ എന്നാകുന്നു. മനസ്സിലായല്ലോ? കുൽ എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ രൂപത്തിൽ വരിക. പക്ഷെ ഇവിടെ കുൽ എന്നായി മാറുന്നു. അപ്പോൾ ഇവിടെ കുൽ എന്നായി മാറുമ്പോൾ കുൽ, ഇതിനെ നമ്മൾ അമ്ര ഹാദിറാണ്, നീ ഭക്ഷിക്കുക. ഒരാളോട് പറയാണ് നീ ഭക്ഷിക്കുക. കുൽ, രണ്ടാളോട് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ കുൽ, കുല, കുലു അല്ലേ? കുലി, കുല, കുൽന. അങ്ങനെയാണ് അതിന്റെ അമ്രിന്റെ സീഗകൾ വരിക. അമ്ര ഹാദിറിന്റെ സീഗ അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന എന്ന സ്ഥാനങ്ങളിലേക്ക് അത് വരുന്നത് അപ്രകാരമാണ്. അപ്പൊ കുൽ, കുല, നിങ്ങൾ രണ്ടുപേരും ഭക്ഷിക്കുക. കുല അമ്രാണ്. കുല, മനസ്സിലായല്ലോ? അപ്പൊ കുല എന്ന് പറയുമ്പോ അത് കുല എന്ന് പറയുമ്പോ ഫിയല് അമ്രാണ് അല്ലെ? ഫിയല് അമ്ര. മബ്നിയുൻ, മബ്നിയുൻ ഫിയല് അമ്രാണ്. എങ്ങനെ പറയാം? ശരിക്കും പറഞ്ഞാൽ ഇതിന് മബ്നിയുൻ അത് പറയുമ്പം അതിന്റെ ഇവിടെ അമ്രിന്റെ കാര്യം പറയുമ്പം അതിന്റെ എന്താ പറയാ, അതിന്റെ മുളാരി എടുക്കണം. അല്ല, യഉകുലു, തഉകുലു അല്ലേ? തഉകുലു, തഉകുലാനി, തഉകുലൂന, ഇങ്ങനെയുള്ള വരിക. അതിൽ നിന്നാണ് എന്ത് വരുന്നത്? കുൽ, കുല, കുലു എന്ന് വരുന്നത്. അപ്പൊ അവിടെ ഹദ്ഫുൻ നൂനാണ്. അപ്പോ മബ്നിയുൻ, മാഷാ അല്ലാഹ്, മബ്നിയുൻ അല ഹദ്ഫുൻ നൂൻ, ഹദ്ഫുൻ നൂൻ. മുസന്നയാണ്, മുസന്നയാണ്. കുൽ അത് മുസന്നയാണ്. മാഷാ അല്ലാഹ്. ഫിഅല് അംറിലുള്ള അതിന്റെ സീഗ പറയുമ്പോൾ എങ്ങനെ പറയാം? മുദക്കറാണെങ്കിലും മുഅന്നസ് ആണെങ്കിലും കുല എന്ന് തന്നെയാണ് വരിക. അപ്പോ മുദക്കർ പറഞ്ഞാലും കുഴപ്പമില്ല, മുഅന്നസ് പറഞ്ഞാലും കുഴപ്പമില്ല. മുദക്കർ മുസന്ന അല്ലെ? മുദക്കർ മുസന്ന ഹാദിർ, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോ വകുല മിൻഹ, മിൻഹ അതിൽ നിന്ന്. മിൻ എന്ന് പറയുന്നത്, മിൻ എന്ന് പറയുന്നത് ഹർഫ് ജർ, ഹർഫ് ജർ അല്ലേ? ഹർഫ് ജർ. മിൻഹ, മിൻ എന്ന് പറയുന്നത് ഹർഫ് ജർ. ഹ അതിൽ നിന്ന്, വമീറാണ്. ഹ എന്ന് പറയുന്നത് വമീർ മുത്തസിലാണ്. വമീർ മുത്തസിലാണ് അല്ലേ? മബ്നിയുൻ അല
അസ്സുക്കൂൻ അല്ലേ? ഫീ മഹല്ല് എന്തായിരിക്കും? ഫീ മഹല്ല് ഫീ മഹല്ല് ജറാണ്. എന്താ കാരണം? ഫീ മഹല്ല് ജറാവാനുള്ള കാരണം, ഫീ മഹല്ല് ജറ് ആവാനുള്ള കാരണം മജ്റൂർ. മാഷാ അല്ലാഹ്, മജ്റൂർ ആയതുകൊണ്ടാണ്. അവിടെ ഇസ്മ മജ്റൂർ ആയതുകൊണ്ടാണ്. വമീറാണ് അവിടെ വരുന്ന ഇസ്മ അല്ലേ? അത് മജ്റൂർ ആയതുകൊണ്ട് ഫീ മഹല്ല് ജർ. അപ്പോ وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما وكلا منها رغدا എന്ന് പറഞ്ഞാൽ സുഭിക്ഷമായി എന്നർത്ഥം. റഗുദ യർഗുദു എന്നാണ് അതിന്റെ ഫിയലായി കണ്ടിട്ടുള്ളത്. റഗുദ യർഗുദു എന്നതിൽ നിന്ന് രൂപപ്പെടുന്ന മസ്ദറാണ് റഗദുൻ എന്ന് പറയുന്നത്. റഗദുൻ എന്ന് പറയുന്നു. പക്ഷെ അവിടെ റഗദൻ എന്ന് പറയപ്പെടുന്നു. വകുല മിൻഹാ റഗദൻ. എന്താണ് അതിനുള്ള കാരണം? എന്തായിരിക്കും? ഹാല് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അത് ഹാലാണെങ്കിൽ എന്തൊക്കെ വേണം അവിടെ എന്നുള്ളത് ഒന്നാലോചിക്കുക. വകുല മിൻഹാ റഗദൻ. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല, പൊതുവിൽ ആരും പഠിച്ചു കാണില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ മഫ്ഊല് മുത്ലഖ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? മഫ്ഊല് മുത്ലഖ് പഠിച്ചിട്ടുണ്ട്. ആ മഫ്ഊല് മുത്ലഖിൽ പഠിച്ചപ്പോൾ അതിന്റെ തൗക്കീദ്, അതുപോലെ അതിന്റെ എണ്ണം പറയാൻ, അതിന്റെ സിഫത്തിനെ പറയാൻ, ഇങ്ങനെ ഉള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അതിനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ശരിക്ക് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? വകുല മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. റഗദൻ, നല്ല ഒരു ഭക്ഷിക്കലെന്ന് ഭക്ഷിച്ചോളൂ എന്ന അർത്ഥത്തിലാണ്. എന്താണ്? നല്ലൊരു ഭക്ഷിച്ചോളൂ എന്നാണ് അതിന്റെ ആശയം വരുന്നത്. അപ്പൊ നേർക്കുനേരെ പറയുമ്പോ അക്കൽത്തു അഖ്ലൻ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു ഭക്ഷിക്കൽ ഭക്ഷിച്ചു, അതാണല്ലോ മഫ്ഊൽ മുത്ലഖായി വരുന്നത് അല്ലെ? അക്കൽത്തു അഖ്ലൻ, ഞാനൊരു തിന്നല് തിന്നു അല്ലെ? ഇങ്ങനെ ഞാനൊരു തിന്നല് തിന്നു. ഇങ്ങനെ എന്നാൽ അതേ ആശയം വരുന്ന അക്കലൻ എന്നതിനെ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് അതിന്റെ ഒരു പര്യായ പദം അവിടെ കൊടുക്കുക. അതിന്റെ ഒരു പര്യായം അതിനെ പകരമായിട്ട്. ഇവിടെ റഗദൻ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. യഥേഷ്ടം നന്നായിട്ട് തിന്നോളൂ, സുഭിക്ഷമായി തിന്നോളൂ എന്നർത്ഥം. യാതൊരു കയ്യും കണക്കില്ലാതെ നല്ല രൂപത്തിൽ തിന്നോളൂ. അപ്പൊ അതിന് ആ റഗദൻ എന്ന് വരുന്നത് ഇവിടെ അഖലൻ എന്നുള്ളതിന്റെ കുലാ മിൻഹ അഖ്ലൻ എന്ന് പറയുന്നതിന് പകരം റഗദൻ എന്ന് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നതും അങ്ങനെയാണ്, ഇതിന് പകരമായിട്ടാണ്. അങ്ങനെ വരുന്നതിനാണ് സാധാരണ എന്ത് പറയാറുള്ളത്? റഗദൻ എന്ന് പറയുമ്പോൾ നായിബുൻ അനിൽ മഫ്ഊൽ മുത്ലഖ് അൽ മുത്ലഖ് എന്ന് പറയാറ്. അത് മൻസൂബാണ്. മഫ്ഊൽ മുത്ലഖ് എന്താണ്? മൻസൂബാണ്. അപ്പൊ അതിന്റെ അതേ തന്നെയാണ്
അതിൻ്റെ ഹുക്കുമായിട്ട് വരിക, മൻസൂബായിട്ടാണ് വരിക എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് കുറച്ചുകൂടി വിശദമായി പഠിക്കേണ്ട ഇതിലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ വരും ദിവസങ്ങളിലൊക്കെ അൽബലാഗയിലൊക്കെ വിശദീകരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. നിങ്ങളങ്ങനെ തൽക്കാലം മനസ്സിലാക്കുക. അപ്പോൾ ഈ ആയത്തിൽ കുറച്ച് അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മൻസൂബാണ്. അതെ, وكلا منها رغدا حيث شئتما حيث شئتما حيث حيث എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എന്താ പറയാ, അവിടെ നിന്ന് അല്ലെങ്കിൽ എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. വകുലാ മിൻഹാ റഗദൻ ഹൈസു ഷിഅ്തുമ, നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന് എന്നാണ്. ഹൈസു ഷിഅ്തുമ, നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന്. ആ ഹൈസുവിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വേർ ഇൻ എന്നൊക്കെ പറയും. വേർ ഇൻ നമ്മളതിൻ്റെ ചേർക്കാൻ വേണ്ടിയിട്ട് അത് പൊതുവെ ലർഫായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ലർഫ് മക്കാനായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഹൈസു ഹൈസു ലർഫ് മക്കാനായിട്ടാണ്. അത് മബ്നിയാണ്. ഹൈസു മബ്നിയുൻ അലൽ ദമ്മ. പക്ഷെ അതിന്റെ മഹൽ എന്തായിരിക്കും? ഈ മഹൽ എന്തായിരിക്കും? ഹൈസു ഹൈസു ലർഫാണ്, ലർഫ് മക്കാനാണ്. ഫി മഹല്ല് നസ്ബായിരിക്കും അല്ലെ, കാരണം ലർഫുകൾ മൻസൂബാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് പക്ഷെ ഹൈസു എന്ന പദം മബ്നിയിൽ ലമ്മാണ്, ലമ്മിൽ മബ്നിയാണ്. അപ്പോ ഫി മഹല്ലി നസ്ബ് എന്ന് പറയണം. അപ്പൊ ഹൈസു ഷിഅ്തുമാ, ഷിഅ്തുമാ എന്ന പദം ഷാഅ ഷാഅ ഷാഉ ഷാഅത്, ഷാഅ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ്. ഷാഅത ഷാഅത ഷിഅ്ന, ഷിഅ്ത ഷിഅ്തുമാ ഷിഅ്തും, ഷിഅ്ത ഷിഅ്തുമാ ഷിഅ്തും, ഷിഅ്തി ഷിഅ്തുമാ ഷിഅ്തുന്ന. ഇത് മുഴുവൻ സർഫുകളും ശ്രദ്ധിക്കുക. ഷിഅ്തുന്ന, ഷിഅ്തു ഷിഅ്ന, ഷിഅ്തു ഷിഅ്ന. شاء شاء شاءوا شاءت شاءتا شئنا شئت شئتما شئتم شئت شئتما شئتنا شئت شئنا. ഇവിടെ ഷിഅ്തുമാ. അപ്പൊ ഇതിന്റെ സീഗ എന്താണ്? ഇതിന്റെ സീഗ എന്താണ്? ഷാഅ ഉദ്ദേശിച്ചു എന്നാണ്. ഷിഅ്തുമാ നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചു. അപ്പോ ഹാദിറാണത്, മുതകല്ലിമല്ല. ഹാദിർ മുസന്ന, പിന്നെ അത് തനീസിനും തദ്കീറിനും മുഅന്നസിനും മുദക്കറിനും ഒരുപോലെയാണ് വരിക അല്ലേ? ഓക്കെ. അപ്പോ ഹൈസു ഷിഅ്തുമ നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന് എന്നർത്ഥം. അപ്പൊ ഷിഅ്തുമ എന്നത് ഫിഅൽ മാദിയാണ്. ഷിഅ്തുമ ഫിഅൽ മാദി മബ്നിയുൻ അല സുകൂൻ. ഷിഅ് അല്ലേ? സുകൂൻ. ഫി മഹൽ എന്തായിരിക്കും? ഷിഅ്തുമാ നിങ്ങൾ ഉദ്ദേശിച്ചു, നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചു. ഓ ഫി മഹൽ എന്തായിരിക്കും? ഫി മഹൽ റഫ്അ അല്ലേ? കാരണം ഫാഇലാണ്. ഫി റഫ്അ ഫി മഹൽ റഫ്അ കാരണം ഫാഇലാണ്. മാഷാ അല്ലാഹ്.
പിന്നെ അതില് തുമാ എന്നത് തുമാ എന്ന ആ ലമീർ, അത് ലമീർ മുത്തസിലാണോ അതോ മുഫസിലാണോ മുസ്തത്തിറാണോ? തുമാ എന്ന തുമാ ആ ലമീർ അത് മുസ്തത്തിറാണ് അല്ലെ? ലമീർ മുസ്തത്തിർ. مبني على السكون. مستتر مبني على السكون. ഓക്കെ. في محل رفع فاعل അങ്ങനെ പറയാം. പിന്നെ അങ്ങനെ വരുമ്പോൾ ഹൈസു ഷിഅ്തുമാ എന്നത് മൊത്തെടുക്കുമ്പോൾ ആ ജുംല എന്തായിരിക്കും? ഹൈസു ഷിഅ്തുമാ എന്നത് ഹൈസു ഷിഅ്തുമാ, അപ്പോൾ ഷിഅ്തുമാ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫി മഹല്ലി ജർറായിരിക്കും. കാരണം മുദാഫ് ഇലൈഹിൽ വരും. ഹൈസു ലർഫാണ്, മനസ്സിലായല്ലോ? ഹൈസു ലർഫാണ്. അപ്പൊ അത് ഷിഅ്തുമാ എന്നത് ജറിന്റെ സ്ഥാനത്ത് വരും എന്നാണ് മനസ്സിലാക്കി വെക്കുക. മുദാഫ് ഇലൈഹി ആകുന്നത് കൊണ്ട് എന്നാണ്. ഹൈസുവിന്റെ മുദാഫ് ഇലൈഹി ആയിട്ട് ഷിഅ്തുമാ വരും എന്നാണ്. പിന്നെ വലാ തഖ്റബാ ഹാദിഹി ഷജറ, വാവ് ഹർഫ് അത്ഫാണ് അല്ലേ? നിങ്ങൾ വലാ തഖ്റബാ സമീപിക്കുകയും ചെയ്യരുത്. അതെ, ഒരു മിനിറ്റ്. വലാ തഖ്റബ, നിങ്ങൾ സമീപിക്കുകയും ചെയ്യരുത്. അപ്പൊ അത് നഹിയാണ്. നിങ്ങൾ സമീപിക്കരുത്. അതിന്റെ ഫിഅല് ഏത് രൂപത്തിലാണ് വരിക? യഖ്റബു, യഖ്റബാനി, യഖ്റബൂന, അങ്ങനെ പോയിട്ട് ഇവിടെ തഖ്റബു, അത് തഖ്റബാനി, തഖ്റബൂന അല്ലേ? അങ്ങനെ വരും. അപ്പോൾ അതിന് മുമ്പിൽ ലാ എന്ന എന്താണ് അത്? ലാ, വലാ തഖ്റബ. ലാ എന്ന് പറയുമ്പോൾ നഹീന്റെ ഹർഫാണ്. ലാ എന്ന് പറയുന്നത് ഹർഫ് നഹിയാണ്. വലാ തഖ്റബ. അതിനുശേഷം വരുന്ന തഖ്റബ നീ നൂന് അത് ഹദ്ഫ് ചെയ്യപ്പെട്ടു പോകുന്നു. അതാണ് അതിന്റെ നഹീന്റെ രൂപം. അപ്പൊ അത് തഖ്റബ എന്ന് പറയുമ്പോൾ അത് ഫിഅൽ മുളാരി മജ്സൂമാണ് ബിഹദ്ഫിൻ നൂൻ. മനസ്സിലായല്ലോ? നൂനിനെ ഹദ്ഫ് ചെയ്യപ്പെട്ടുകൊണ്ട് അത് മജ്സൂമാകുന്നു, ജസ്മ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫിഅൽ മുളാരി ലാ തഖ്റബ, വലാ തഖ്റബ, നിങ്ങൾ രണ്ടുപേരും സമീപിക്കരുത്. രണ്ടുപേരാണ് ഇവിടെ, രണ്ടുപേരോടുള്ള കൽപ്പനയാണ്. ലാ തഖ്റബ, വലാ തഖ്റബ. രണ്ടിൽ കൂടുതൽ പേരാണെങ്കിൽ വലാ തഖ്റബു എന്ന് പറയും.
ഒരാളോടാണെങ്കിൽ വലാ തഖ്റബ് എന്ന് പറയും. അപ്പോ വലാ തഖ്റബ ഹാദിഹി. ഹാദിഹി എന്ന് പറയുന്നത് ഇസ്മു ഇഷാറയാണ്. ഇഷാറയാണ്. മബ്നിയൻ അലൽ കസ്റാണ്. മബ്നിയൻ അലൽ കസ്റാണ്. പക്ഷെ അത് ഫീ മഹല്ലി എന്തായിരിക്കും? ലാ തഖ്റബ, നിങ്ങൾ സമീപിക്കരുത്. ഹാദിഹി, ഇതിനെ സമീപിക്കരുത്. ഫീ മഹല്ലി നസ്ബാണ്. കാരണം എന്താണ്? കാരണം മഫ്ഊല് ബിഹിയാണ്. അപ്പോൾ വലാ തഖ്റബ ഹാദിഹി, നിങ്ങൾ ഇതിനെ സമീപിക്കരുത്. എന്താണ്? നിങ്ങൾ ഇതിനെ സമീപിക്കരുത്. പിന്നെ ആ ഇതിനെ എന്നതിനെ വിശദീകരിക്കുകയാണ് ഹാദിഹി അഷ്ജറ എന്ന് പറയാനുള്ള അതെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. എന്തായിരിക്കും? ഉമ്മുനദീം ഇവിടെ പറഞ്ഞതുപോലെ എന്താണ്? അത് ബദലായിരിക്കും. എന്താണ്? ബദലാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഹാദിഹി എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാകുന്നില്ല. അതിനെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. എന്ത് കൊടുത്തുകൊണ്ട്? അഷ്ജറ. നിങ്ങൾ ഇതിനെ സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ ഏതിനെ സമീപിക്കരുത്? അഷ്ജറത്ത. മനസ്സിലായല്ലോ? അപ്പൊ ഹാദിഹി എന്ന് പറയുന്നത് മഫ്ഊൽ ബിഹിയാണ്, മൻസൂബാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന ഷജറ എന്ന് പറയുന്നതിന്റെ ബദല് അതും മൻസൂബായി വരുന്നു. അപ്പോൾ ബദല് മൻസൂബ് എന്ന് ഷജറത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഷജറ എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ സാധിക്കും. ولا تقربا هذه الشجرة فتكونا من الظالمين. فتكونا ذا فتكونا ف ഇവിടെ വരുന്ന ഫ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ അതിനെ സമീപിച്ചാൽ ഫതകൂന വലാ തഖറബ ഹാദിഹി, നിങ്ങൾ അതിനെ സമീപിക്കരുത് എന്നാണ്. വലാ തഖറബ. പക്ഷെ ഫതകൂന അവിടെ അൽ ഫ വരുന്നത് അൽ ഫ അസ്സബബിയ. എന്താണ്? സബബിയ. സബബ് കാരണം സൂചിപ്പിക്കുന്ന ഫ. നിങ്ങൾ അതിനെ സമീപിച്ചാൽ നിങ്ങൾ എന്താകും? ആ ഫ അതാണ് സബബാണ് പറയുന്നത്. പിന്നെ തകൂന എന്നുള്ള ഫിഅല് സംഭവം എന്താണത്? കാന യകൂനു, അല്ലെ? യകൂനാനി യകൂനൂന, തകൂനാനി യകുന്ന, പിന്നെ തകൂനാനി തകൂനൂന. തകൂനാനി തകൂനൂന. തകൂനാനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു എന്ന് പറയാം. ഫതകൂന ഇവിടെ ആയിത്തീരും എന്ന അർത്ഥത്തിൽ. തകൂന നിങ്ങൾ രണ്ടുപേരും, മുളാരിയാണല്ലോ. ആയിരുന്നു എന്നുള്ളത് കാന, അതിന്റെ മുളാരിയാണ്. ഇവിടെ മുളാരി ആയിത്തീരും എന്ന അർത്ഥത്തിലാണ്. നിങ്ങൾ രണ്ടുപേരും ആയിത്തീരും എന്ന അർത്ഥത്തിലാണ് തകൂനാനി വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തകൂനാനി എന്ന് പറയണ്ടേ? ഫതകൂനാനി മിനൽ ളാലിമീൻ എന്നല്ലേ പറയേണ്ടത്? ഇവിടെ ഒരു നൂന് എങ്ങനെയാണ് ഹദ്ഫ് ചെയ്യപ്പെട്ടത്?
എങ്ങനെയാണ് അത് ഹദ്ഫ് ചെയ്യപ്പെട്ടത്? ആർക്കാ പറയാൻ പറ്റുക? ഇവിടെ നേരത്തെ വലാ തഖ്റബ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ലാമു നഹിയുടെ ലാമു വന്നത് കൊണ്ട് തഖ്റബാനി എന്നതിലെ നൂന് ഹദ്ഫ് ചെയ്യപ്പെട്ടു. പക്ഷെ ഇവിടെ ഫതകൂന നെഗറ്റീവ് മീനിങ് അല്ല വരുന്നത്. എങ്ങനെയാ വരുന്നത്? ഫതകൂനാനി 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 എന്ന് പറയുന്നത് ഫതകൂന എന്ന് വായിക്കപ്പെടുന്നു. എന്താണ് അതിനുള്ള കാരണം? കാരണം കാണിക്കാൻ വേണ്ടി തഅലീലിന്റെ ഒരു സൂചന അവിടെ ഉണ്ട്. സത്യത്തിൽ അത് ഫ എന്നതിന് ശേഷം ഫ എന്ന സബബിയായ ഫാക്ക് ശേഷം സബബിയ എന്നതിന് ശേഷം അല്ല അൻ എന്ന് അൻ മുളുമിറ എന്ന് പഠിച്ചിട്ടില്ല. അത് അൻ അൽ മുളുമിറ എന്ന് പറയും. ഫഅൻ തകൂന എന്നാണ് സത്യത്തിൽ അവിടെ ഉള്ളത്. ഫഅൻ തകൂന അപ്പോൾ നിങ്ങളായിത്തീരും. പക്ഷെ ആ അന്ന് അവിടെ വായിക്കപ്പെടുന്നില്ല, ഉച്ചരിക്കപ്പെടുന്നില്ല. ഏതുപോലെ നമ്മൾ ലാമു തഅലീൽ പഠിച്ചപ്പോ എന്താണ് ലി യഫ്അല എന്ന് പറയുന്നത് ലി അൻ യഫ്അല എന്ന് പറയുന്നത് പോലെ ലി അൻ യഫ്അല എന്ന് പറയുന്നത് പോലെ ഇത് എന്താകുന്നു? അൻ മുളുമിറ അൻ അൽ മുളുമിറ യാണ് ഇതിനെ സംബന്ധിച്ച് പറയാം. അപ്പോൾ അൻ അൽ മുളുമിറ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഫതകൂന എന്നായി മാറാനുള്ള കാരണം. ഫതകൂന മിനൽ-ളാലിമീൻ ഫതകൂന മിനൽ-ളാലിമീൻ മിന എന്ന് പറഞ്ഞത് അത് അൻ അൽ മുളുമിറയെ സംബന്ധിച്ച് ലമീറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് കുറച്ച് വിശദമായിട്ട് പിന്നെ പറയാം. മിനൽ-ളാലിമീൻ മിന ഹർഫ് ജർ അൽ-ളാലിമീൻ ളാലിമ് ജംഉ ളാലിമൂന ളാലിമുൻ ജംഉ ളാലിമൂന. പിന്നെ അവിടെ ഇതെന്ത് ജംആണ്? ഇതെന്ത് ജംആണ്? മുദക്കർ സാലിം. ജംഉ മുദക്കർ സാലിമാണ്. ജംഉ മുദക്കർ സാലിമാണ്. ളാലിമൂന. അപ്പൊ അൽ-ളാലിമൂൻ അത് മാരിഫയായി. പക്ഷെ മിൻ എന്ന് മുന്നിൽ വന്നതുകൊണ്ട് മിനൽ-ളാലിമീൻ എന്നായി. അപ്പൊ ളാലിമീൻ എന്ന പദം ഇസ്മ മജ്റൂറാണ് അല്ലേ? ഫതകൂന മിനൽ-ളാലിമീൻ ഫതകൂന മിനൽ-ളാലിമീൻ. അപ്പോ മിനൽ-ളാലിമീൻ എന്നത് ആ ജുംല ഒരു വിശദീകരണം കൂടി നമുക്ക് കൊടുക്കാം. ഫതകൂന നിങ്ങൾ രണ്ടുപേരുമായി തീരും. കാന ഉള്ളത് കൊണ്ട് കാനക്കൊരു ഇസ്മും കാനക്കൊരു ഖബറും ഉണ്ടാവണല്ലോ. കാനയുടെ ഇസ്മു നിങ്ങൾ രണ്ടുപേരുമാണ് കാനയുടെ ഇസ്മ അല്ലെ? ഫതകൂന മിനൽ-ളാലിമീൻ എന്ന് പറയുന്നത് കാനയുടെ ഖബറിന്റെ സ്ഥാനത്താണ്. ഖബർ കാനയായിട്ട് അതിനെ ആ ജുംലയെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അടുത്ത ആയത്തും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും പിന്നീട് അതിന്റെ വിശദീകരണങ്ങളും ഈ ആയത്തുകളിലടങ്ങിയ ആശയപരമായ കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അല്പം ചില പ്രയാസമുള്ള നഹ്വുകൾ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളോട്
കുറെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ അൽ-ബലാഗയിൽ ശ്രമിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠനം വളരെ എളുപ്പമുള്ളതാക്കി മാറ്റുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അല്ലാഹു ഇത് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.